എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് മിൽമ സൂപ്പർവൈസറിൻ്റെ ഒരു ചെറിയൊരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവർക്കും അറിയാം, മിൽമയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. നിങ്ങളിൽ പലരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അതല്ല ഇനി അപ്ലൈ ചെയ്യാനുള്ളവരുണ്ടാകും. എന്തായാലും എല്ലാവർക്കും ഏറ്റവും നല്ലൊരു അവസരമാണ്. ബികോം കോർപ്പറേഷൻകാർക്ക് ഏറ്റവും നല്ലൊരു അവസരം. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഉള്ളവർക്കുമുണ്ട്. പല നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. കൃത്യമായി വായിച്ചു നോക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായും അപ്ലൈ ചെയ്യണം. ഓക്കെ, സിലബസ് കൃത്യമായി തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സിലബസിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് ചോദിക്കത്തുള്ളൂ. ആ സിലബസ് മൊത്തം കവർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് ഈ ജോലി കിട്ടും. മനസ്സിലായോ? അപ്പം നമുക്ക് നോക്കാം ഒരു ടോപ്പിക്ക്. അതായത് പാർട്ട് എയ്ക്കകത്ത് നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ, ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, പ്രത്യേകിച്ച് കേരളത്തിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ പറഞ്ഞതാണ് നമ്മുടെ ഡയറി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, മൊത്തത്തിൽ ഡയറിയുടെ, അതുപോലെ തന്നെ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇൻ കേരള, ആപ്കോസ്, ഇവരുടെയൊക്കെ ഒരു ചരിത്രം നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇക്കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു രണ്ട് ടോപ്പിക്ക് മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എയ്ക്കകത്താണ് കോർ സബ്ജക്റ്റാണ്. 75% പാർട്ട് എയ്ക്കകത്താണ് വരുന്നത്. ഇത്രയും മാത്രമല്ല, കോപ്പറേറ്റീവ് ലോയുടെ കുറേ ഭാഗങ്ങളും കൂടിയുണ്ട്. നമ്മളെടുക്കുന്ന ടോപ്പിക്ക് ഇതായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഭാഗം എടുത്തത്. ഓക്കെ, ഇപ്പോൾ പാർട്ട് എ 75% മാർക്കും ഉണ്ട്, 25% പാർട്ട് ബിയുമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ആപ്കോസിനെ കുറിച്ചും ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിനെ കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സിലബസിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ചരിത്രം എന്താണ് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങളെല്ലാവരും ക്ലാസ്സിലേക്ക് വരിക, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. പലതവണ ക്ലാസ്സുകൾ കേൾക്കുക. ക്ലാസ് കേൾക്കുന്ന സമയത്ത് നോട്ട് എഴുതി തന്നെ പോകാൻ ശ്രദ്ധിക്കണം. കേട്ടോ മക്കളെ? നമുക്ക് നോക്കിയാലോ. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്, NDDB, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. നോക്കിക്കേ, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണ്. പാർലമെൻറ്റിൽ നിയമാനുസൃതമായി വന്നൊരു സ്ഥാപനമാണ്. എന്നാ വന്നത്? 65-ലാണ്. 1965 ജൂലൈ 16 വന്ന സ്ഥാപനമാണ്. ടു മോഡേണൈസ് ഇന്ത്യാസ് ഡയറി സ്ട്രക്ചർ, ഇന്ത്യയിലെ ഡയറി സ്ട്രക്ചറിനെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടി വന്ന നിയമപരമായ ഒരു സ്ഥാപനമാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ആനന്ദ്, ഗുജറാത്തിലെ ആനന്ദിലാണ്. അപ്പം നമ്മൾ എന്താ പറഞ്ഞ? നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് വന്ന വർഷം 16 ജൂലൈ 1965, ഹെഡ് ക്വാർട്ടേഴ്സ് ആനന്ദ്, ഗുജറാത്ത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് വരാനുള്ളൊരു കാരണമുണ്ടല്ലോ. ഇത് വരാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. നോക്കാം, ആ കാരണം എന്താണ്? അതായത് ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ് ഇതിൻ്റെ ലീഡർ അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന് പറയുന്നത്. ആരുടെ റിക്വസ്റ്റ് പ്രകാരമാണെന്നറിയാമോ? നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി വാണ്ടഡ് ടു റിപ്ലിക്കേറ്റ് അമുൽ കോപ്പറേറ്റീവ് മോഡൽ ഇൻ നാഷണൽ വൈഡ്. അതായത് ഇന്ത്യ ഒട്ടാകെ ഡയറീസ്, ഈ ഒരു ഇന്ത്യ ഒട്ടാകെ പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥാപനം വേണമെന്നുള്ള ആരുടെ ആഗ്രഹം? നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആവശ്യപ്രകാരമാണ് NDDB കൊണ്ടുവന്നത്. ഇത് ഫൗണ്ടർ ആരാണ്? വർഗീസ് കുര്യനാണ്. വന്നത് ജൂലൈ 16, 1965. ഹെഡ് ക്വാർട്ടേഴ്സ് അമുൽ, ഗുജറാത്ത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായപ്പോൾ നമ്മളൊന്നും പറഞ്ഞില്ല പ്രത്യേകിച്ച്. ഇപ്പോൾ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണെന്ന് പറഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണ്. 16 ജൂലൈ 1965 വന്നു. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആനന്ദ്, ഗുജറാത്താണ്. ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ വർഗീസ് കുര്യനാണ്. ആരുടെ ആവശ്യപ്രകാരമാണ് ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്? NDDB വന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആവശ്യപ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഹു വാണ്ടഡ് ടു റെപ്ലിക്കേറ്റ് അമുൽ കോപ്പറേറ്റീവ് മോഡൽ. അമുൽ കോപ്പറേറ്റീവ് മോഡലിൽ ഇന്ത്യ മുഴുവനും ഡയറി സ്ഥാപനങ്ങൾ വേണമെന്നുള്ളത്. ഇത്രയും ഓക്കെയാണേ. അടുത്തത് പ്രൈം മിനിസ്റ്റർ ലാൽ ബഹദൂർ ശാസ്ത്രി വാണ്ടഡ് ടു ദ സക്സസ് ഓഫ് അമുൽ. അതായത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി എന്തിൻ്റെ സക്സസ് ആണ്? ശാസ്ത്രി വാണ്ടഡ് ടു സക്സസ് ഓഫ് അമുൽ ടു ബി റിപ്പീറ്റഡ് അക്രോസ് ഇന്ത്യ മുഴുവനും അമുൽ പോലെയുള്ള ഡയറി സ്ഥാപനങ്ങൾ, പാൽ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ വേണമെന്നുള്ള ആരുടെ ആഗ്രഹമായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ടു അച്ചീവ് ദിസ് ദ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സെറ്റപ്പ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് ഇൻ ആക്ട് ഓഫ് പാർലമെൻറ്റ്. ഹെഡ് ക്വാർട്ടേഴ്സ് ആനന്ദ്, ഗുജറാത്താണ്.
വിച്ച് ലേറ്റർ ബിക്കം നോൺ ആസ് ഇന്ത്യാസ് മിൽക്ക് ക്യാപിറ്റൽ. ഇപ്പം നമ്മൾ പറഞ്ഞത് NDDB വന്നത് ജൂലൈ 16, 1965 1965 വന്നത്. ആരുടെ ആഗ്രഹപ്രകാരം? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആഗ്രഹപ്രകാരമാണ് വന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് വർഗീസ് കുര്യനോട് പറഞ്ഞു നമുക്ക് ഇന്ത്യ ഒട്ടാകെ ഇതുപോലെ തന്നെ ഡയറിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 65 ജൂലൈ 16 പാർലമെൻറ്റിലെ ഒരു നിയമം പാസ്സാക്കി ഒരു സ്ഥാപനം വന്നു. അതാണ് എന്ത്? NDDB, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഗുജറാത്താണ്. ഓക്കെ, ഗുജറാത്തിലെ ആനന്ദ് ഗുജറാത്ത്. ഓക്കെ, അപ്പോൾ മറന്നു പോകരുത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ അതുപോലെ പറയുന്നതാണ്. ഈ ആനന്ദ് ഗുജറാത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്ത്യാസ് മിൽക്ക് ക്യാപിറ്റൽ. ഇന്ത്യാസ് മിൽക്ക് ക്യാപിറ്റൽ. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക. പാർട്ടി എക്കകത്തുനിന്ന് 75% ചോദ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം. 75 മാർക്ക് ഈ പാർട്ടി എക്കകത്തുനിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോന്നിനകത്തുനിന്നായാലും ഓരോ ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ് അല്ലേ. സോ നമ്മൾ വളരെ കുറച്ച് കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യാസ് മിൽക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എവിടെയാണ്? ഗുജറാത്തിനെയാണ്. ആനന്ദ് ഗുജറാത്തിനെയാണ് നമ്മൾ ഇന്ത്യയുടെ മിൽക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ അടുത്ത നോക്കേ, 1987 NDDB ആക്ട് വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 87 അപ്പോൾ നമ്മുടെ NDDB വന്നത് ചോദിച്ചാൽ 65 ആണെങ്കിൽ NDDB ആക്ട് വന്നത് 1987. ദെൻ നോക്കിക്കേ, in 1987 NDDB വാസ് ഡിക്ലെയർഡ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. നാഷണൽ ലെവലിൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥാപനമായിട്ട് മാറി. ദെൻ ആക്ട് ഓഫ് പാർലമെൻറ്റ് വിച്ച് വെസ്റ്റഡ് ദ അസറ്റ്സ് ഓഫ്. നേരത്തെ നമുക്കുണ്ടായിരുന്ന ഇപ്പോൾ NDDB ആക്ട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? 1987 ആണ് NDDB ആക്ട്. ദെൻ അതുപോലെ ഇങ്ങനെ നമ്മുടെ 1987 NDDB ഡിക്ലെയർ ആസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു. ആക്ട് ഓഫ് പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കിയതിന് ശേഷം വിച്ച് വെസ്റ്റഡ് ആൾ ദി അസറ്റ്സ് ഓഫ് ഫോർമർ ഇന്ത്യൻ ഡയറി കോർപ്പറേഷൻ ആൻഡ് ബോർഡ് ഇൻ ദ ബോർഡ് ഇൻ എഫക്റ്റ് NDDB സെർവ്സ് ആസ് ദ. അതായത് നമ്മുടെ തൊട്ട് മുമ്പ് 1987 ഒരു ആക്ട് കൊണ്ടുവന്നു, NDDB ആക്ട്. ഈ ആക്ടിൽ പറഞ്ഞു തൊട്ട് മുമ്പുണ്ടായിരുന്ന എല്ലാ അസറ്റുകളും, എവിടുത്തുള്ള അസറ്റുകളാണ്? വിച്ച് വെസ്റ്റഡ് ദ അസറ്റ്സ് ഓഫ് ഫോർമർ ഇന്ത്യൻ ഡയറി കോർപ്പറേഷൻ. തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഫോർമർ ഇന്ത്യൻ ഡയറി കോർപ്പറേഷനിലെ അസറ്റുകളെല്ലാം തന്നെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള ഒരു ആക്ട് കൊണ്ടുവന്നു. അത്രയേ ഉള്ളൂ. ഇതിന് അതുപോലെ തന്നെ ഇൻ ദി ഇഫക്റ്റ് NDDB സെർവ്സ് ആസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫിഷറീസ്. ഇപ്പോൾ NDDB ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണെന്ന് ചോദിച്ചാൽ ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ്. ഏതിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നതെന്ന് ചോദിച്ചാൽ, ഡയറി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന ഏതിൻ്റെ അണ്ടറിലാണെന്ന് ചോദിച്ചാൽ ഏതിൻ്റെയാണ്? മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ്. ആൻഡ് പ്രൊവൈഡ്സ് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ മാനേജറിയൽ സപ്പോർട്ട് ടു ഡയറി കോപ്പറേറ്റീവ്സ് അക്രോസ് ഇന്ത്യ. ഇന്ത്യ മുഴുവനും ഡയറി കോപ്പറേറ്റീവ്സ് ആവശ്യമായ സഹായങ്ങൾ ഇവർ കൊടുക്കുന്നുണ്ട്. ഏതിൻ്റെ അണ്ടറിൽ വരുന്നത്? ഫിഷറീസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. നമ്മൾ NDDB ആക്ട് വന്ന വർഷം 1987. ഈ ആക്ടോട് കൂടി ഇതുമായി ബന്ധപ്പെട്ട ഡയറി കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടാണ്ട് വിച്ച് വെസ്റ്റഡ് ദി അസറ്റ്സ് ഓഫ് ദി ഫോർമർ ഇന്ത്യൻ ഡയറി കോർപ്പറേഷൻ. എല്ലാ ഇന്ത്യൻ കോർപ്പറേഷനിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫോർമർ ഇന്ത്യൻ ഡയറി കോർപ്പറേഷനിൽ ഉണ്ടായിരുന്ന എല്ലാ അസറ്റുകളും ബോർഡിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ഇതിന് ശേഷം ഈ ഒരു എഫക്റ്റ് കൊണ്ട് എന്ത് വന്നു? NDDB നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ്ങിൻ്റെ അണ്ടറിലേക്ക് വന്നു. ഇവരാണ് ആവശ്യമായ ടെക്നിക്കൽ അസിസ്റ്റൻസും കാര്യങ്ങളുമെല്ലാം ഡയറി ഡിപ്പാർട്ട്മെൻറ്റ് ഡയറി കോപ്പറേറ്റീവ്സിന് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? NDDB ആക്ട് 1987 ആണ്. NDDB വന്നത് 1965 ജൂലൈ 16 ആനന്ദ് ഗുജറാത്താണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഇതിനായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തി. അദ്ദേഹം നമ്മുടെ വർഗീസ് കുര്യനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇന്ത്യ മുഴുവൻ ഇങ്ങനൊരു സ്ഥാപനം വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഓക്കെ ആണേ. ഇത്രയും കാര്യങ്ങൾ പിന്നെ പറഞ്ഞു. NDDB ആക്ടിനെ കുറിച്ച് പറഞ്ഞു. ഇത് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ഏതിൻ്റെ അണ്ടറിലാണ് ഈ ഡയറി കോപ്പറേറ്റീവ്സ് വരുന്നത്? ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി അതിൻ്റെ അണ്ടറിലാണ്. ആ ഒരു മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഇത് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ദെൻ അടുത്തത്
NDDB നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻ ഷോർട്ടായിട്ട് നമ്മൾ ഒന്നും കൂടി പറയുകയാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒറ്റയിനകത്ത് പറയുകയാണ്. NDDB വന്നത് ജൂലൈ 16 ജൂലൈ 65 NDDBയുടെ ആക്ട് പാർലമെന്റിൽ പാസ്സാക്കിയത് 1987 1987 65 വന്നു. എന്നാൽ അത് വളരെ ഇതായിട്ടുള്ളൊരു കാര്യമാണ്. 65 വന്നു, പക്ഷേ 87 ആക്ട് പാർലമെന്റിൽ പാസ്സാക്കിയത്. ഇതിൻ്റെ ഒരു എന്താണ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണ്. നിയമത്തിൻ്റെ കീഴിൽ വന്ന ഒരു സ്ഥാപനമാണ്, നിയമാനുസൃതമായി വന്നൊരു സ്ഥാപനമാണ്, സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണ്. ഇന്ത്യയുടെ ഡയറി സെക്ടറിനെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടി വന്നൊരു സ്ഥാപനമാണ്. ഇതിനതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ഗുജറാത്തിലാണ്, ആനന്ദ് ഗുജറാത്ത്. അതുപോലെ തന്നെ മിൽക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്നു ഗുജറാത്തിനെ. ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ വർഗീസ് കുര്യനാണ്. ഓക്കെ, ഫൗണ്ടർ വർഗീസ് കുര്യനാണ്. ആരുടെ ആഗ്രഹപ്രകാരമാണ് വർഗീസ് കുര്യൻ ഈ ഒരു സ്ഥാപനം കൊണ്ടുവന്നത്? ആരുടെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. നോക്കിക്കേ, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ലാൽ ബഹദൂർ ശാസ്ത്രി. അമുൽ മോഡലിൽ ഇന്ത്യയിൽ മുഴുവൻ സ്ഥാപനങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളാണ് ഒറ്റയൊരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ നിങ്ങൾ? ഉറങ്ങരുത്, വന്നേ ബാക്കിയും കൂടെ കേൾക്കാം നമുക്ക്. ഇനി അടുത്ത നോക്കിക്കേ, 87 നമ്മൾ പറഞ്ഞു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥാപനമായിട്ട് മാറ്റി. അതുപോലെ തന്നെ 87 ശേഷം 87 തന്നെ അസറ്റുകളെല്ലാം തന്നെ അസറ്റ്സ് ഓഫ് ഇന്ത്യൻ ഡയറി കോർപ്പറേഷൻ ബോർഡിലേക്ക് NDDBയിലേക്ക് മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഏതിന് മിനിസ്ട്രിയുടെ കീഴിലാണ്? ഫിഷറീസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ്ങിൻ്റെ കീഴിലാണ്. മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഫിനാൻഷ്യൽ ആൻഡ് മാനേജറിയൽ സപ്പോർട്ട് ഡയറി കോപ്പറേറ്റീവ്സിന് ഇന്ത്യ മുഴുവൻ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നതാണ് NDDB. ഓക്കെ, അടുത്തതാണ് നമ്മുടെ സിലബസിലെ വലിയൊരു ടോപ്പിക്കാണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം. ഓപ്പറേഷൻ ഫ്ലഡ് അത് ധവള വിപ്ലവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. ഇത് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ടും ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. എത്രാമത്തെ 5 ഇയർ പ്ലാനിലാണ് ഓപ്പറേഷൻ ഫ്ലഡ് ഫസ്റ്റ് നടന്നത്, സെക്കൻഡ് നടന്നത്, തേർഡ് നടന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. നോക്കിക്കേ, ഓപ്പറേഷൻ ഫ്ലഡ് അഥവാ വൈറ്റ് റെവല്യൂഷൻ, ധവള വിപ്ലവം എന്ന് പറയും. എന്താണ് ധവള വിപ്ലവം? എന്നു മുതലായിരുന്നു? 70 മുതൽ 96 വരെ 26 വർഷക്കാലമായിരുന്നു എന്തെന്ന് പറയുന്നത് വൈറ്റ് റെവല്യൂഷൻ നടന്നത്. എന്നുമല്ല 70, 1972, 1996, 1972, 1996 വരെ കണ്ടോ. അങ്ങനെ 26 വർഷക്കാലമാണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം നടന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് 13 ജനുവരി 1970 ഓപ്പറേഷൻ ഫ്ലഡ് ആദ്യമായി വന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് ആദ്യമായി വന്നതെന്നാ ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രീവിയസ് ആണ്. അപ്പം ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം നടന്നത്, ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന പീരീഡ് എന്ന് പറഞ്ഞാൽ 1972 1996 വരെ 26 ഇയേഴ്സ് ആണ്. അതിനെ 3 ഘട്ടമായി നമ്മൾ തിരിച്ചിട്ടുണ്ട്. എത്ര ഘട്ടമായിട്ടാടാ? 3 ഘട്ടമായി നമ്മൾ തിരിച്ചിട്ടുണ്ട്. നോക്കിക്കേ, അപ്പം ആദ്യമായിട്ട് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം തുടങ്ങിയത് എന്നാണ്? ജനുവരി 13 1970 ഓക്കെ, ആരാണ് തുടങ്ങിയത്? NDDB ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഡ്യൂറേഷൻ 26 വർഷമായിരുന്നു. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു മേക്ക് ഇന്ത്യ സെൽഫ് സഫിഷ്യൻ്റ് ഇൻ മിൽക്ക്. ഇന്ത്യയെ സെൽഫ് സഫിഷ്യൻസി ഉള്ളതാക്കി മാറ്റുക. എന്തിൽ? പാലുൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുക. എന്താണ് പറഞ്ഞേ? പാലുൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. 70 മുതൽ 1996 വരെയാണ് ഇതിൻ്റെ കാലാവധി. 3 സ്റ്റേജായിട്ടാണ് നടന്നിരുന്നത്. 70 മുതൽ മൂന്ന് ഘട്ടങ്ങളായിട്ട് മൊത്തത്തിൽ 26 വർഷമായിരുന്നു. ലക്ഷ്യം എന്താണ്? ഇന്ത്യയെ പാലിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ റിസൾട്ട് 1998 ആയപ്പോഴേക്കും ഇതിൻ്റെ എന്തുകൊണ്ട് 96 വരെ ഈ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വന്നതുകൊണ്ട് 98 ആയപ്പോഴേക്കും ഇന്ത്യ ഏറ്റവും വലിയ വേൾഡ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ, ഏറ്റവും വലിയ പാൽ ഉൽപാദകരായി മാറി. ആരെ പിന്തള്ളിയിട്ട്? അമേരിക്കയെ പോലും പിന്തള്ളിയിട്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമായി മാറി. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ ബിക്കം വേൾഡ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ ഓവർടേക്കിംഗ് USA. നിക്നെയിം എന്ന് പറഞ്ഞാൽ വൈറ്റ് റെവല്യൂഷൻ ഓഫ് ഇന്ത്യ. വൈറ്റ് റെവല്യൂഷനെ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് വൈറ്റ് റെവല്യൂഷൻ, ധവള വിപ്ലവം. 26 വർഷമായിരുന്നു. 1970 മുതൽ 96 വരെയായിരുന്നു. 3 ഘട്ടമായിട്ടാണ് ഇത് നടന്നത്.
ദെൻ ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിന് ശേഷം 96 കഴിഞ്ഞു, 98 ആയപ്പോഴേക്കും ഇന്ത്യ സെൽഫ് സഫിഷ്യൻസി നേടുക മാത്രമല്ല, ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്തായിരുന്നു? സെൽഫ് സഫിഷ്യൻസി നേടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇത് സെൽഫ് സഫിഷ്യൻസി നേടിയത് മാത്രമല്ല, അമേരിക്കയെ വരെ തള്ളിക്കൊണ്ട് ഇന്ത്യ പാലിൻ്റെ സ്ഥാനത്തിൽ പാൽ ഉൽപ്പാദക രാജ്യങ്ങളിൽ ഒന്നാമതെത്തി. അത്രയും എത്തിക്കാനായിട്ട് ഈ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിനെ കൊണ്ട് സാധിച്ചു. ഓക്കെ ആണോ? ദെൻ അടുത്തത്, അങ്ങനെ ഇതിൻ്റെ പേര് ഇതിൻ്റെ ഒരു നിക്നെയിം ചോദിച്ചാൽ എന്താണ്? വൈറ്റ് റവല്യൂഷൻ. ഓക്കെയാണ് ഇത്രയും കാര്യങ്ങൾ. ദെൻ അടുത്ത നോക്കിയേ, ഫേസ് 1, ഒന്നാമത്തെ ഫേസ്. ഇപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് തുടങ്ങിയത് 70 മുതൽ 96 വരെയാണ്. ടോട്ടൽ 26 വർഷമാണ്. ലക്ഷ്യം എന്തായിരുന്നു? ഈ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു മക്കളെ? നമ്മുടെ ഇന്ത്യയെ സ്വയം പര്യാപ്തതയിലെത്തിക്കുക, പാൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. പക്ഷേ ഏറ്റവും നല്ല വിജയകരമായ ഒരു പ്രോഗ്രാമായിരുന്നു ഇത്. 98 ആയപ്പോഴേക്കും ഇന്ത്യ അമേരിക്കയെ വരെ പിന്തള്ളി ഏറ്റവും വലിയ പാല് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമായിട്ട് മാറി. ഓക്കെ, അങ്ങനെ ഒന്നാമത്തെ ഓപ്പറേഷൻ ഫ്ലഡ് ഫസ്റ്റ് സ്റ്റേജ് 70 തുടങ്ങി 80 അവസാനിക്കുന്നു. ഫണ്ടഡ് സെയിൽ ഓഫ് സ്കിംഡ് മിൽക്ക് പൗഡർ ആൻഡ് ബട്ടർ ഓയിൽ. അതായത് ബട്ടർ ഓയിലിൻ്റെയും നമ്മുടെ സ്കിംഡ് മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞാൽ എന്താ? പാട കളഞ്ഞ മിൽക്ക് എടുത്തിട്ട് പാൽപ്പൊടിയാക്കത്തില്ലേ, അതിനെയാണ് പറയുന്നത്. പാട കളഞ്ഞിട്ടാണ് നമ്മൾ പാൽപ്പൊടിയാക്കുന്നത്. എന്തായാലും പാൽപ്പൊടിയുടെയും അതുപോലെ തന്നെ ബട്ടർ ഓയിൽ, നമ്മൾ ഉപയോഗിക്കുന്ന നെയ്യുണ്ടല്ലോ, ബട്ടറിനെ തിളപ്പിച്ച് ഓയിലാക്കി കഴിഞ്ഞാൽ എന്തായി മാറും? നെയ്യായി മാറും. ഗീ, അതായത് ബട്ടർ ഓയിലും. അതിന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുത്ത ആരാണെന്നറിയാമോ? ECC, അതായത് എക്കണോമിക് കമ്മ്യൂണിറ്റി, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ ഫണ്ടോടുകൂടി ആ ഒരു പ്രവർത്തനം തുടങ്ങി. ദെൻ ഇതുപോലെ തന്നെ വേൾഡ് ഫുഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ദെൻ ലിങ്ക്ഡ് 18 മേജർ മിൽക്ക് ഷെഡ് ടു 4 മെട്രോസ്. അതായത് നമ്മുടെ 18 മേജർ മിൽക്ക് ഷെഡുകൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ ഡൽഹിയിലും മുംബൈയിലും ചെന്നൈയിലും മിൽക്ക് ഷെഡുകൾ വന്നു. ഓക്കെ, മനസ്സിലായോ പറഞ്ഞേ? അപ്പോൾ എന്താ പറഞ്ഞത്? ഒന്നാമത്തെ ഫേസ് 70 മുതൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക, ഒന്നാമത്തെ ഫേസിൻ്റെ കാലാവധി എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ 70 ജനുവരി 13 തുടങ്ങിയെന്ന് പറയണം മക്കളെ, മറന്നു പോകല്ലേ. ജനുവരി 13, 1970. ഓക്കെ, അങ്ങനെ 1970 മുതൽ 80 വരെയാണ് ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആ ഫസ്റ്റ് ഫേസിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു? അപ്പോൾ തന്നെ അവർ മിൽക്കുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ എല്ലാം പാല് മാത്രം ഉപയോഗിച്ചാൽ പോരല്ലോ. ഒത്തിരിയും ഉൽപ്പാദനം കൂടിക്കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാൽപ്പൊടി ഉണ്ടാക്കാൻ പറ്റും, ബട്ടർ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ ബട്ടർ ഓയിൽ, ഗീ ഉണ്ടാക്കാൻ പറ്റും, നെയ്യ് ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ബട്ടറിനെ ഉരുക്കി കഴിഞ്ഞാൽ എന്തായി മാറും? നെയ്യായി മാറും. പിന്നെ ബട്ടർ തന്നെ നമ്മളെടുത്ത് മോരിനകത്തുനിന്ന് ബട്ടർ എടുത്തിട്ട് ഫ്രീസ് ചെയ്ത് അതിൻ്റെ വിൽപ്പന നടത്താൻ പറ്റും. അങ്ങനെ മിൽക്ക് പ്രോഡക്റ്റുകളുടെ എല്ലാം തന്നെ ഉൽപ്പാദനം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വരുമാനം ഇതിൽ നിന്ന് തന്നെ നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പം അതിൻ്റെ എല്ലാം കാര്യങ്ങൾ ചെയ്തു. എന്താണ്? ഫണ്ടഡ് ബൈ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി. ഇതിനുള്ള ഫണ്ട് കൊടുത്ത ആരാണ്? യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയാണ്. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സെയിൽ ഓഫ് സ്കിംഡ് മിൽക്ക് പൗഡർ ആൻഡ് ബട്ടർ ഓയിൽ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വേൾഡ് ഫുഡ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു. ദെൻ ലിങ്ക്ഡ് 18 മേജർ മിൽക്ക് ഷെഡ് ടു 4 മെട്രോസ്. 18 മേജർ മിൽക്ക് ഷെഡ്, 4 മെട്രോസ് ഉൾപ്പെടെയുള്ള 4 ഡൽഹിയിലും മുംബൈയൊക്കെ മെട്രോ സിറ്റികളല്ലേ, അവിടെ ഉൾപ്പെടെ 18 മിൽക്ക് ഷെഡുകൾ കൊണ്ടുവരാൻ സാധിച്ചു. ദെൻ എക്സ്റ്റാബ്ലിഷ്ഡ് മദർ ഡയറീസ് ഇൻ ദി സ്റ്റേറ്റ്. ഇവിടെ എല്ലാം തന്നെ മദർ ഡയറീസ്, അവിടെ എല്ലാം ഡയറീസിൻ്റെ മെയിൻ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ഓപ്പറേഷൻ ഫ്ലഡ് ഒന്നാമത്തെ സ്റ്റേജ് ഫേസ് 1 തന്നെ സാധിച്ചു. അത് തന്നെ വലിയൊരു സക്സസ് അല്ലയോ? അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മനസ്സിലായി? 70 മുതൽ 80 വരെയാണ് ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വൻ വർധനവ് കൊണ്ട് തന്നെ മെട്രോ സിറ്റികളിൽ പോലും ഇതിൻ്റെ മദർ ഡയറീസ് സ്ഥാപിക്കാനായിട്ട് പറ്റി. അങ്ങനെ 18 മേജർ മിൽക്ക് ഷെഡുകൾ സ്ഥാപിച്ചു. ഓക്കെ, 4 സിറ്റികളിലുമായിട്ടും ഇത്രയും സ്ഥാപിച്ചു. അതുപോലെ തന്നെ മദർ ഡയറീസും സ്ഥാപിച്ചു. മനസ്സിലായോ? അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ഏറ്റവും അത്യാവശ്യം ഓർത്തിരിക്കണം, എന്ന് മുതൽ ആ പീരീഡ് ഓർത്തിരിക്കണം, 70 മുതൽ 80 വരെ. അതാണ് മോസ്റ്റായിട്ട് ഓർത്തിരിക്കേണ്ടത്. പിന്നെ 18 മിൽക്ക് ഷെഡുകൾ കൊണ്ടുവന്നു. ഓക്കെ, ഇനി മിൽക്ക് ഷെഡുകളുടെ എണ്ണം അങ്ങ് കൂടുവാണ് കേട്ടോ, കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഫണ്ട് കൊടുക്കുന്ന ആരാണെന്ന് ഓർത്ത് വെച്ചേക്കുക, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയാണ് ഫണ്ട് കൊടുത്ത് സഹായിക്കുന്നത്. അടുത്ത് നോക്കിക്കേ, ഫേസ് 2. ഫേസ് 1 എന്ന് പറഞ്ഞാൽ 70
ടു 80 ആന്നേ ഫേസ് 1. അപ്പോൾ 81 മുതൽ 85 വരെ, നേരത്തെ 10 വർഷമായിരുന്നു, ഇപ്പം എന്തായി 5 വർഷം. 81 മുതൽ 85 വരെ, 85 വരെയാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. എക്സ്പാൻഡഡ് മിൽക്ക് ഷെഡ് 18 നിന്ന് 136 കൂടി. ആലോചിച്ച് നോക്കി എത്ര വലിയൊരു ഗ്രോത്താണ് ഉണ്ടായത്. ആ 10 വർഷം കൊണ്ട് അവർക്ക് 18 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ സെക്കൻഡ് ഫേസ് ആയപ്പോഴേക്കും വെറും 5 വർഷം കൊണ്ട്, അതായത് 81 തുടങ്ങി 85 വരെ ഉള്ളായിരുന്നു കാലാവധി. 5 വർഷം കൊണ്ട് 18 നിന്നും 136 മിൽക്ക് ഷെഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു. അപ്പം ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്നാ മക്കളെ സ്റ്റാർട്ട് ചെയ്തത്? 80 മുതൽ, അല്ലെങ്കിൽ 81 മുതൽ 80 വരെ നമ്മൾ ഓപ്പറേഷൻ ഫ്ലഡ് ഫസ്റ്റ് സ്റ്റേജ്. 81 മുതൽ 85 വരെയാണ് ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ സെക്കൻഡ് സ്റ്റേജ്. മറന്നു പോകരുത്, ഓപ്പറേഷൻ ഫ്ലഡ് സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, അങ്ങനെ 18 കിടന്ന മിൽക്ക് ഷെഡുകളെ 136 എത്തിച്ചു. അതുപോലെ തന്നെ അർബൻ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു. അർബൻ മാർക്കറ്റുകൾ ഈ റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും, ഇങ്ങനെ റൂറൽ ഏരിയയും അർബൻ ഏരിയ ഉണ്ടല്ലോ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളെയാണ് നമ്മൾ റൂറൽ ഏരിയ എന്ന് പറയുക. അർബൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? പട്ടണ പ്രദേശങ്ങൾ. പട്ടണ പ്രദേശങ്ങളിലൂടെ ഈ ബിസിനസ്സുകൾ വർദ്ധിപ്പിച്ചു. അതാ പറഞ്ഞത്, അർബൻ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു ടു 230 ടൗണുകളിലേക്ക് തന്നെ നമ്മുടെ ഈ മാർക്കറ്റുകൾ കൊണ്ടുവന്നു, മിൽക്ക് മാർക്കറ്റ് കൊണ്ടുവരുന്നു. ബൂസ്റ്റ് ഇൻ മിൽക്ക് പൗഡർ ഇൻ പ്രൊഡക്ഷൻ, അതായത് നമ്മുടെ മിൽക്ക് പൗഡറിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ട് വന്നു. മനസ്സിലായ കാര്യം, നമുക്ക് മിൽക്കിനേക്കാട്ടിൽ കൂടുതലും നമുക്ക് സിറ്റിയിൽ താമസിക്കുന്നവർക്കായാലും എല്ലാവർക്കും മിൽക്ക് പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടി എന്താണ്, ഈസിയാണ് അല്ലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ഒന്നുമില്ല. മിൽക്ക് പൗഡർ എടുത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു കുറേ നാൾ നമുക്കത് പുറത്ത് വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. കുറേ നാളല്ല, നമുക്ക് തീരുന്ന വരെ പുറത്ത് തന്നെ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. നേരെ മറിച്ച് പാലാണെങ്കിലോ പെട്ടെന്ന് പിരിഞ്ഞു പോകും. വന്നാൽ രാവിലെ വാങ്ങിക്കുന്ന പാല് ഉച്ചയ്ക്ക് മുമ്പേ കാച്ചി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ മിൽക്ക് പൗഡർ ഉൽപ്പാദനത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാര്യം എന്താണ്, ഇപ്പം ഇത് നമുക്കത് സൂക്ഷിച്ച് ഫ്രീസ് ചെയ്ത് അല്ലെങ്കിൽ തണുപ്പിച്ച് വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ എന്താ പറഞ്ഞ്, മിൽക്ക് പൗഡറിൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ വർദ്ധിച്ചു. ഫിനാൻസ് ചെയ്ത ആരാണ്? വേൾഡ് ബാങ്ക് ലോൺ കഴിയും. അതുപോലെ തന്നെ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ഫണ്ടുകൾ കൊടുത്തും ഇവരെ സഹായിച്ചു. നമ്മൾ എന്ത് മക്കളെ ഇത്ര നേരം പറഞ്ഞത്? നമുക്കൊന്നും കൂടി പറയാം. 70 മുതൽ 80 വരെ നമ്മുടെ ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് ആയിരുന്നു. 81 മുതൽ 85 വരെ ഓപ്പറേഷൻ ഫ്ലഡ് രണ്ടാമത്തെ സ്റ്റേജാണ്. ദെൻ ഓപ്പറേഷൻ ഫ്ലഡ് ഫസ്റ്റിലാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നു? 18 മിൽക്ക് ഷെഡ് കൊണ്ടുവന്നു, 4 മെട്രോപൊളിറ്റൻ സിറ്റിയിൽ കൊണ്ടുവന്നു അല്ലേ. ദെൻ അതിനുശേഷം 18 എന്നാണ് നമ്മൾ പറഞ്ഞത്, മറന്നു പോകരുത്. അപ്പം സെക്കൻഡ് ഫേസിൽ എന്താ വന്നത്? ഈ 18 എന്നുള്ളത് 136 ആയി മാറി. മിൽക്ക് ഷെഡുകളുടെ എണ്ണം പെട്ടെന്ന് കൂടി, കുത്തനെ കൂടി. എങ്ങനെയാണ്? 18 നിന്ന് 136 മാറി. ദെൻ ഇവർക്ക് ഫണ്ട് കൊടുത്തത് അന്നും ഇത് തന്നെയാണ്, നമ്മുടെ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി തന്നെയാണ് ഫണ്ട് കൊടുത്തത് അല്ലയോ. ഈ നമ്മുടെ പാൽപ്പൊടിയുടെയും അതുപോലെ തന്നെ വെണ്ണയുടെയും അല്ലെങ്കിൽ നെയ്യുടെയും ഒക്കെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റി അല്ലേ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് സ്റ്റേജൊക്കെ ആയപ്പോഴേക്കും നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യക്ക് നല്ലൊരു വരുമാനം കിട്ടത്തക്ക രീതിയിലേക്ക് തന്നെ ഡയറി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഡയറി എന്താ പറയുക, ഈ മേഖല തന്നെ വലിയ രീതിയിൽ ഉന്നമനത്തിലേക്ക് എത്തി. മനസ്സിലായോ? ദെൻ അങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഫേസ് 1 പറഞ്ഞു, ഫേസ് 2 പറഞ്ഞു. നമുക്കിനി അടുത്ത് നോക്കാം. ദെൻ ഫേസ് 3 85 മുതൽ 96 വരെ. അപ്പം ആദ്യം പറഞ്ഞത് 10 വർഷം, 70, 80, 81, 85. ദെൻ അടുത്തത് 85, 96, 85 മുതൽ 96, 85 അത് കഴിഞ്ഞ് മറ്റേ 86 തുടങ്ങി 96, ഏകദേശം 10 വർഷക്കാലം. മൂന്നാമത്തെ ഫേസ് എങ്ങനെയാണ്? 30,000 കോപ്പറേറ്റീവ്സുകളെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. മിൽക്ക് ഷെഡുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ദെൻ ഇൻക്രീസ് ഗ്രോത്ത് ഓഫ് വുമൺ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എന്തിൻ്റെ വളർച്ചയുണ്ടായി? വുമൺസ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് വളർച്ചയുണ്ടായി. സ്ത്രീകൾ ഈ ഒരു മേഖലയിലേക്ക് വരാനായിട്ട് തുടങ്ങി. അതാണ് പറഞ്ഞത്. അപ്പം ഇത് വളരെ ഇതായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓപ്പറേഷൻ ഫ്ലഡ് 3ലാണ് എന്ത് വന്നത്? ഒരെണ്ണം ഗ്രോത്ത് ഓഫ് വുമൺസ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഗ്രോത്ത് ഉണ്ടായത് ഓപ്പറേഷൻ ഫ്ലഡ് 3ാമത്തെ സ്റ്റേജിലാണ്, 3rd ഫേസിലാണ്. 85 to 1996 ആണ് ഓപ്പറേഷൻ ഫ്ലഡ് 3rd വന്നത്. ഓക്കെ, അപ്പം ആദ്യം വന്നപ്പോൾ 18 മിൽക്ക് ഷെഡായിരുന്നു നമ്മുടെ സിറ്റികളിൽ ഉൾപ്പെടെ. ദെൻ അതിനുശേഷം 18 നേരെ 136 മാറി. പക്ഷേ ഓപ്പറേഷൻ ഫ്ലഡ് 3 ആയപ്പോഴേക്കും ഇതെല്ലാം തന്നെ ഒരുപാട് വർദ്ധിച്ചു.
മനസ്സിലായോ? അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് 3 ആയപ്പോഴത്തേക്കിനും ആരൻ 30,000-ഓളം പുതിയ കോപ്പറേറ്റീവ്സുകൾ ഈ മേഖലയിലേക്ക് വരുന്നു. സഹകരണ മേഖലയിലുള്ളവർ തന്നെ 30,000 സ്ഥാപനങ്ങൾ തന്നെ വന്നു. ആഡഡ് 30,000 ന്യൂ കോപ്പറേറ്റീവ്സ്. അതുപോലെ തന്നെ മിൽക്ക് ഷെഡുകൾ വർദ്ധിപ്പിച്ചു. മിൽക്ക് ഷെഡുകൾ നേരത്തെ നമുക്ക് എത്ര ഉണ്ടായിരുന്നു? 136, 18 നിന്ന് 136 അതിൽ കൂടുതലും ഒരുപാടുണ്ടായി. ദെൻ ഗ്രോത്ത് ഓഫ് വുമൺസ് ഡയറി കോപ്പറേറ്റീവ്സ്. വുമൺ ഡയറി കോപ്പറേറ്റീവ്സുകളുടെ ഗ്രോത്തിന് കാരണമായത്, ഗ്രോത്ത് ഉണ്ടായത് ഏത് കാലഘട്ടത്തിലാണ്? ഓപ്പറേഷൻ ഫ്ലഡ് 3 അപ്പം നമ്മൾ പറഞ്ഞ ഡേറ്റ് മറക്കരുത്. 3 70, 80, 81, 85, 85, 96. ഓക്കെ ആണേ? അപ്പോൾ ഈ 3 സ്റ്റേജിലെയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ചോദ്യം ഉണ്ടാവും. ഇതിനകത്തുനിന്ന് 1-2 ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത് നോക്കാം. അതെ മക്കളെ, നമ്മുടെ മിൽക്ക് ഉൽപ്പാദനത്തിൽ ഇന്ത്യ 1-ാം സ്ഥാനത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കറവ ഉൽപ്പാദനത്തിൽ വേണ്ടി നല്ല പശുക്കൾ ഉണ്ടാവണം. അവർക്ക് അസുഖങ്ങൾ ഉണ്ടാവരുത്. എന്ത് ചെയ്യണം? പ്രതിരോധ വാക്സിനുകൾ കുത്തിവെക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അങ്ങനെ നമ്മുടെ വന്നതാണ്, നോക്കിക്കേ, തിലേറിയോസിസ് വാക്സിന്. തിലേറിയോസിസ് വാക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? തിലേറിയോ എന്ന് പറഞ്ഞിട്ടൊരു പ്രോട്ടോസോവയുണ്ട്, നമ്മുടെ ക്യാറ്റിലിൻ്റെ ബോണിനെ ബാധിക്കുന്നതാണ് കേട്ടോ. അതിനെതിരെയുള്ള പ്രൊട്ടക്റ്റഡ് ക്യാറ്റിൽ, എസ്പെഷ്യലി ക്രോസ് ബ്രീഡ് കൗസ്, ക്രോസ് ബ്രീഡായിട്ടുള്ള കൗസിനെ ബാധിക്കുന്നതാണ് ഒരു പ്രോട്ടോസോവ അസുഖമാണിത്. എതിരെയുള്ള ഈ ഒരു വാക്സിൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഫ്രം എ ഡെഡ്ലി ട്രിക്ക് ബോൺ ഡിസീസ്, ഞാൻ പറഞ്ഞില്ല, ഒരു ബോൺ ഡിസീസിന് എതിരെ എടുക്കുന്നൊരു വാക്സിനാണ്. ദെൻ അതുപോലെ തന്നെ ബൈ പ്രോട്ടീൻ ഫീഡുകൾ കൊടുക്കണം. നല്ല പ്രോട്ടീൻ ഉള്ള ഫുഡുകൾ കൊടുത്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പാലുണ്ടാവുകയുള്ളൂ. സ്പെഷ്യൽ കാറ്റിൽ ഫീഡാണ്. അതുപോലെ യൂറിയ, മൊളാസസ്, മിനറൽ ബ്ലോക്സ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്യാറ്റിലിൻ്റെ ന്യൂട്രീഷൻ, ക്യാറ്റിലുകൾ എന്ന് പറഞ്ഞാൽ ഈ പശുക്കുട്ടികളുടെയൊക്കെ ന്യൂട്രീഷൻ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാലുൽപാദനത്തിൽ ഉന്നതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ നല്ല കറവപ്പശുക്കൾ ഉണ്ടായിരിക്കണം. അസുഖങ്ങൾ ഉണ്ടാവരുത്, ഒരു തരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാവാൻ പാടില്ല. അവർക്ക് നല്ല പ്രോട്ടീൻ വേണം, അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് കൊടുക്കണം, ഫീഡുകളും കൊടുക്കണം അല്ലേ? അപ്പോൾ ഈ ഒരു വാക്സിൻ്റെ പേര് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ദെൻ അടുത്തത് ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിനായിട്ടെടുത്ത നല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. NDDB വർക്ക് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. NDDB വന്നത് ജൂലൈ 16, 1965 പക്ഷേ NDDB ആക്ട് എന്നാ വന്നത്? 87 വന്നതല്ലേ? അപ്പം നിങ്ങൾക്ക് അറിയാം, നിങ്ങളിതെല്ലാം കേട്ട് നിങ്ങൾ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പം NDDBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ആനന്ദ്, ഗുജറാത്താണ്. നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് വർഗീസ് കുര്യനോട് പറഞ്ഞിട്ട് ഇന്ത്യ ഒട്ടാകെ നമ്മുടെ പാലുൽപാദനത്തിൽ ഇന്ത്യ 1-ാമതെത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അദ്ദേഹം പറഞ്ഞതാണ്. അങ്ങനെ വർഗീസ് കുര്യനെ ഏൽപ്പിച്ചു. അദ്ദേഹമാണ് നമ്മുടെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ പറഞ്ഞു തന്നെ എന്താണ്? നോക്കിക്കേ, NDDB വർക്ക്സ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറിയുടെ അണ്ടറിലാണുള്ളത്. ഇംപ്ലിമെൻറ്റ് സെൻട്രലി സ്പോൺസേർഡ് പ്രോഗ്രാം. ഇവരാണ് എന്ത് ചെയ്യുന്നത്? സെൻട്രലി സ്പോൺസേർഡ് പ്രോഗ്രാമുകൾ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഇനി അടുത്തതാണ് നാഷണൽ ഡയറി പ്ലാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ ഡയറി പ്ലാൻ. ദെൻ നാഷണൽ പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ NDP വന്നു, നാഷണൽ ഡയറി പ്ലാൻ വന്നു. ദെൻ നാഷണൽ പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെൻറ്റ്. അടുത്തൊരു പ്രോഗ്രാമാണ് നാഷണൽ പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെൻറ്റ്. ഈ നാഷണൽ ഡയറി പ്ലാൻ വന്നതെന്ന് പറഞ്ഞാൽ 2012 മാർച്ച് മുതൽ 2019 നവംബർ വരെയായിരുന്നു അതിൻ്റെ കാലാവധി. അപ്പോൾ ദെൻ അടുത്ത നോക്കിക്കേ, നാഷണൽ പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെൻറ്റ്. ദെൻ ഫൗണ്ടഡ് ബൈ, ഇതെന്താണ്? സെൻട്രൽ ബഡ്ജറ്റ് അലോക്കേഷന് ഗ്രാൻഡ്. ഇതിനെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ഗ്രാൻറ്റുകളും ഫണ്ടുകളും ഒക്കെ ഇതിന് കിട്ടുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ദെൻ അതുപോലെ തന്നെ NDDB ലീഡർഷിപ്പ് അഡ്വൈസേഴ്സ് പ്ലാനിംഗ് കമ്മീഷന് NDDB ലീഡർഷിപ്പ് അഡ്വൈസേഴ്സ് പ്ലാനിംഗ് കമ്മീഷനെ അഡ്വൈസ് ചെയ്തു. ദെൻ നൗ നീതി ആയോഗ്, നേരത്തെ പ്ലാനിംഗ് കമ്മീഷനെ മാറി ഇപ്പോൾ നീതി ആയോഗ് ആയല്ലോ. ദെൻ FICCI ഇന്ത്യൻ ഡയറി അസോസിയേഷൻ ഓൺ ഡയറി പോളിസി. അതായത് നമ്മുടെ എന്തായാലും ഡയറി ഡെവലപ്മെൻറ്റ് ഉണ്ടായേ തീരൂ. അതുകൊണ്ട് വലിയ വലിയ പദ്ധതികൾ കേന്ദ്ര തലത്തിൽ തന്നെ വന്നു. ദെൻ നിങ്ങൾക്ക് ഫണ്ട് വേണോ? തരാം. ഗ്രാൻറ്റ് വേണോ? തരാം. ഇതെല്ലാം തരാൻ തയ്യാറായിരുന്നു നമ്മുടെ ഗവൺമെൻറ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒന്നും കൂടി പറയാം. അപ്പം ഏതാണ് NDDB? നമുക്ക് ഫിഷറീസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഫിഷറീസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറിയുടെ അണ്ടറിലാണ് വരുന്നത്. നോക്കിക്കേ, ഗവൺമെൻറ് ഇനി NDDB വർക്ക്സ് അണ്ടർ ദി ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ്
ദെൻ ഇംപ്ലിമെൻറ്റ് ഇതെന്ന് പറഞ്ഞാൽ സെൻട്രലി സ്പോൺസേർഡ് പ്രോഗ്രാമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഏതൊക്കെ സെൻട്രലി സ്പോൺസേർഡ് പ്രോഗ്രാമാണ്? നാഷണൽ ഡയറി പ്ലാൻ NDP 2012 2012 മാർച്ചിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ദെൻ അതുപോലെ തന്നെ നാഷണൽ പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെൻറ്റ്, അങ്ങനെയും പദ്ധതികൾ കൊണ്ടുവന്നു. ഇതിനൊക്കെ ഫണ്ട് കൊടുത്തത് എങ്ങനെയാണ്? ഫണ്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ഫണ്ടുകളാണ് വരുന്നത്. കേരളത്തിൻ്റെ അല്ല, കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ്. സെൻട്രൽ ബഡ്ജറ്റ് അലോക്കേഷൻസ് വഴി ഗ്രാൻറ്റുകളും അതുപോലെ തന്നെ സബ്സിഡികളും ഒക്കെ നമുക്ക് ലഭിച്ചു. ഓക്കെ, ദെൻ അടുത്ത എന്താ പറഞ്ഞത്? NDDB ലീഡർഷിപ്പ് അഡ്വൈസസ് പ്ലാനിംഗ് കമ്മീഷൻ. NDDB ലീഡർഷിപ്പ് അഡ്വൈസ് ചെയ്തു പ്ലാനിംഗ് കമ്മീഷൻ. ഇപ്പോഴെന്താണത്? നീതി ആയോഗാണ്. അതിൻ്റെ പേര് മാറ്റി ഇപ്പോൾ നീതി ആയോഗ് എന്നാണല്ലോ. ദെൻ അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഡയറി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ കേന്ദ്ര സർക്കാർ തരാൻ തയ്യാറാണെന്ന് മാത്രമല്ല അവർ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ദെൻ അടുത്തത് നോക്കിക്കേ, നാഷണൽ ഡയറി പ്ലാൻ. ഞാൻ പറഞ്ഞില്ലേ 2012 മാർച്ച് മുതൽ 2019 നവംബർ വരെയായിരുന്നു നാഷണൽ ഡയറി പ്ലാൻ വന്നത്. ദെൻ നോക്കിക്കേ, ഫോർമുലേറ്റഡ് ബൈ NDDB ആണിത് കൊണ്ടുവന്നത് ടു സസ്റ്റെയിൻ ദി ഗ്രോത്ത് ഓഫ് ഇന്ത്യാസ് ഡയറി സെക്ടർ ആഫ്റ്റർ ഓപ്പറേഷൻ ഫ്ലഡ്. അതായത് നമ്മുടെ 96 ആയപ്പോഴേക്കും ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം കഴിഞ്ഞു. 98 ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യ നമ്പർ 1 ആയി. അമേരിക്കയെ വരെ വെല്ലുന്ന തരത്തിൽ നമ്മുടെ പാൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ലക്ഷ്യം എന്തായിരുന്നു? പാൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കണം എന്നതായിരുന്നു. പക്ഷെ അത് മാറിയിട്ട് 96 ആയപ്പോഴേക്കും 98 ആയപ്പോഴേക്കും ഇന്ത്യ അമേരിക്കയെ വരെ പിന്തള്ളി ഒന്നാമതെത്തി പാലുൽപാദനത്തിൽ അല്ലേ. എന്നാൽ ഇങ്ങനെ ഇപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇത് നിലനിന്ന് പോകണമല്ലോ, വളർച്ചകൾ എപ്പോഴും ഗ്രോത്ത് കൂടിക്കൊണ്ടിരിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് എന്താണ് വന്നത്? NDDB ടു സസ്റ്റെയിൻ നിലനിൽക്കുന്ന ഗ്രോത്ത് ഓഫ് ഇന്ത്യാസ് ഡയറി സെക്ടർ ആഫ്റ്റർ ഓപ്പറേഷൻ ഫ്ലഡ് എന്ത് വന്നു? ഇൻ ബാക്ക്ഡ് ബൈ വേൾഡ് ബാങ്ക് IDA ലോൺ എന്ത് കൊണ്ടുവന്നു എന്നറിയാമോ? NDP കൊണ്ടുവന്നു, നാഷണൽ ഡയറി പ്ലാൻ കൊണ്ടുവന്നു. 2012 മാർച്ചിൽ മുതൽ 2019 നവംബർ വരെയാണ് ഈ പ്ലാനിൻ്റെ കാലാവധി. ഇംപ്ലിമെൻറ്റഡ് ത്രൂ ദ നാഷണൽ ഡയറി സപ്പോർട്ട് പ്രോജക്റ്റ്. അതായത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഏത് വഴിയാണെന്നറിയാമോ? നാഷണൽ ഡയറി സപ്പോർട്ട് പ്രോജക്റ്റ്. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം പഠിച്ചിരിക്കണം. ഇതൊക്കെ ചോദിക്കും. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോമുകൾ നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. എന്താണ് പറഞ്ഞത്? അപ്പം നാഷണൽ ഡയറി പ്ലാൻ വന്നത് 2012 നമുക്ക് തൊട്ട് മുമ്പേ ഉണ്ടായ ഗ്രോത്ത് എല്ലാം നിലനിൽക്കാനും ഇനിയും ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഫണ്ട് എങ്ങനെയാണ് വന്നതെന്ന് അറിയാമോ? ഇറ്റ് ബാക്ക്ഡ് ബൈ വേൾഡ് ബാങ്ക് IDAയുടെ ലോൺ വഴിയാണ് ഇതിനാവശ്യമായ ധനസഹായം കിട്ടിയത്. ദെൻ അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഏതുവഴിയാണ്? ഇംപ്ലിമെൻറ്റഡ് ത്രൂ ഏതുവഴി ഇംപ്ലിമെൻറ്റ് ചെയ്തു? നാഷണൽ ഡയറി സപ്പോർട്ട് പ്രോജക്റ്റ്. നാഷണൽ ഡയറി സപ്പോർട്ട് പ്രോജക്റ്റ് വഴിയാണിത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. നാഷണൽ ഡയറി പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നാഷണൽ ഡയറി പ്ലാൻ 2012 വന്ന നാഷണൽ ഡയറി പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഇതുവഴി നാഷണൽ ഡയറി സപ്പോർട്ട് പ്രോജക്റ്റ് വഴിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഓക്കെ ആണ്, ഒരു ഡൗട്ടും ഇല്ല, നന്നായിട്ട് മനസ്സിലായി അല്ലയോ? ദെൻ അടുത്തത് നോക്കിയേ, നാഷണൽ ഡയറി പ്ലാന് ഫോർമുലേറ്റഡ് ചെയ്ത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണിത് കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പം ഓൾറെഡി ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ വലിയ ഉയർന്നു നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതൊന്ന് സസ്റ്റെയിനബിൾ ഗ്രോത്ത് ഇനിയും ഇത് തുടർന്ന് മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ. സുസ്ഥിര വികസനം നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോഴാണ് ഈ നാഷണൽ ഡയറി പ്ലാൻ വന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇതെന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്താരാണ്? ദ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് പ്ലാൻ, ദ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ് ഇത് കൊണ്ടുവന്നത്. ദെൻ അതുപോലെ തന്നെ ഗ്രോത്ത്, ഇന്ത്യയുടെ ഡയറി സ്ട്രക്ചറിൻ്റെ ഗ്രോത്താണ് ഇതിൻ്റെ ലക്ഷ്യം. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞത് തന്നെയാണ് ഈ പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഗ്രോത്താണ് ലക്ഷ്യം, ഡയറി സെക്ടറിൻ്റെ ഗ്രോത്താണ്. ഡയറി സെക്ടറിൻ്റെ ഗ്രോത്തിനെ ലക്ഷ്യമിട്ടാണ് വന്നത്. ദെൻ ഫണ്ട് കൊടുക്കുന്നത് വേൾഡ് ബാങ്കും ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷനും. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു IDA ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ആരാണ്? ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷനെ. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒപ്പിട്ടത് 2012. അപ്പോൾ ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ്റെ കാലാവധി മറക്കരുത്. 2012 മാർച്ച് മുതൽ 2019 നവംബർ വരെയാണ് ഇതിൻ്റെ കാലാവധി. ഇതിന് തുടക്കം കുറിക്കാൻ ആഗ്രഹിച്ചത് ആരാണ്? NDDB ആണ്. ഓക്കെ, ഈ നാഷണൽ ഡയറി പ്ലാൻ കൊണ്ടുവന്നത് ആരിലൂടെ നടപ്പാക്കിയെന്ന് ചോദിക്കും, മറക്കരുത്. ആരിലൂടെയാണ് ഇത് നടപ്പാക്കിയത്? നാഷണൽ ഡയറി സപ്പോർട്ട് പ്രോജക്റ്റ്. ഏതൊക്കെയാണ്?
NDSP നാഷണൽ ഡയറി സപ്പോർട്ട് പ്രോജക്റ്റ് ത്രൂ ആണിത് നടപ്പിലാക്കിയത്. മനസ്സിലായോ? ബൈ NDDB ഇത് വഴിയാണ് ഇത് നടപ്പിലാക്കിയത്. ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഫേസ് ഡ്യൂറേഷൻ, ആദ്യത്തെ ഫസ്റ്റ് ഡ്യൂറേഷൻ, ഒന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ 2012 മുതൽ 2017 വരെയായിരുന്നു ഒന്നാമത്തെ ഡ്യൂറേഷൻ. ഇത് അവസാനിച്ചതെന്നാൽ 2019 പറഞ്ഞു. ഫേസ് 1 എന്നാന്ന് ചോദിച്ചാൽ 2012 മുതൽ 2017 വരെയാണ്. മറന്നു പോവല്ലേ? ഇതൊക്കെ ഭയങ്കര സിമ്പിൾ കാര്യങ്ങളാണ്. ഇത് ചുമ്മാ അങ്ങ് പലതവണ വായിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഈ വർഷങ്ങളായാലും NDP വന്ന വർഷം എന്നാണ്. മൊത്തത്തിലുള്ളത് മാർച്ച് 2012 മുതൽ നവംബർ 2019 വരെ. എന്നാൽ ഒന്നാമത്തെ ഫേസ് ചോദിച്ചാലോ 2012 മുതൽ 2017. GST വന്ന വർഷമാണ് 2017 അല്ലേ? ദെൻ അടുത്തത് നോക്കിക്കേ, മേജർ കാറ്റിൽ ജനറ്റിക് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമുകൾ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമുക്കാണെങ്കിൽ നല്ല നല്ല ജീനുള്ള നല്ല കാറ്റിലുകൾ പിന്നെ കന്നുകുട്ടികളുണ്ടെങ്കിൽ മാത്രമേ അവർ പശുക്കളായി നമുക്ക് പാലുൽപാദനം നല്ല രീതിയിൽ വർദ്ധിക്കത്തുള്ളൂ അല്ലേ? കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള പശുക്കൾ ഉണ്ടാവണം. ദെൻ അപ്പോൾ നോക്കിക്കേ, മേജർ കാറ്റിൽ ജനറ്റിക് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓൺ ഫാം പ്രൊഡക്ടിവിറ്റി ട്രെയിനിങ്, ന്യൂ ചില്ലിങ് ആൻഡ് പ്രോസസ്സിങ് സെൻറ്റേഴ്സ്. അതായത് നമ്മൾ നല്ല രീതിയിൽ നല്ല പശുക്കളെ ഉണ്ടാകണം. അതുപോലെ തന്നെ ജനറ്റിക്കലായിട്ട് നല്ല കറവയുള്ള പശുക്കൾ ഉണ്ടാവണം. അവർക്ക് അങ്ങനെ ഉണ്ടാകുന്ന പശുക്കളെ നോക്കാൻ വേണ്ടിയിട്ട് നല്ല ട്രെയിനിങ്ങുകൾ കിട്ടണം. കർഷകർക്ക് ട്രെയിനിങ് കിട്ടണം. ഇത് ഒരുപാട് പാൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംരംഭം വേണം. ഞാൻ പറഞ്ഞില്ലേ, പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മണിക്കൂർ കഴിഞ്ഞ് അത് ചീത്തയാവും. അപ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായി ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റണം. ഇത് അതുപോലെ തന്നെ അവിടെ നിന്ന് തൈര്, അതുപോലെ തന്നെ വെണ്ണ, അതുപോലെ ഗീ, പല പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു സാധനമാണ് പാല്. മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇത് പിരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക്, അല്ലാതെ കുറേ പാല് മാത്രം ഉൽപ്പാദിപ്പിച്ചിട്ട് കാര്യമില്ല. ഇതിൽ നിന്ന് പല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പോൾ ജനറ്റിക് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഫാം പ്രൊഡക്ടിവിറ്റി ട്രെയിനിങ് നടത്തുന്നു. അതുപോലെ തന്നെ ന്യൂ ചില്ലിങ് ആൻഡ് പ്രോസസ്സിങ് സെൻറ്റേഴ്സ് അറ്റ് വില്ലേജ് ലെവലിൽ ഇതെല്ലാം തന്നെ കിട്ടണം. എന്താ? പ്രോസസ്സിങ് സെൻറ്ററുകൾ വില്ലേജ് ലെവലിലേക്ക് കിട്ടണം. ചില്ലിങ് സെൻറ്ററുകൾ വില്ലേജ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യണം. വില്ലേജിലാണല്ലോ, ഗ്രാമപ്രദേശങ്ങളിലാണല്ലോ ഏറ്റവും കൂടുതൽ കർഷകരുള്ളതും പശുവിനെ വളർത്തുന്നതും ഒക്കെ. അപ്പം സിറ്റികളിലോട്ട് പോകുമ്പോൾ അവിടെ പശുവിനെ കെട്ടാനൊന്നും സ്ഥലവും ഇല്ല. പശുവിനെ വേണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അവർക്ക് നടത്താൻ പറ്റത്തില്ല. കാര്യം എന്താ? പശുക്കൾക്ക് താമസിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഗ്രാമപ്രദേശത്താണ് കൂടുതലും നമുക്ക് കൺവീനിയൻസ് ആയിട്ടുള്ളത്. പശുവിനെ നമ്മളൊരു സിറ്റി വളർത്തിയാൽ എല്ലാം പുറത്തുനിന്ന് നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ? പുല്ല് അല്ലെങ്കിൽ കച്ചി എല്ലാം വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത്, ഗ്രാമപ്രദേശത്താണെങ്കിൽ നമ്മുടെ ഒരു പറമ്പിൽ കൊണ്ട് ഇറക്കി നമുക്ക് കെട്ടാം. അതുപോലുള്ള കുറേ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇത് മാത്രവുമല്ല, കൂടുതലും ആളുകൾ ഗ്രാമപ്രദേശത്തുള്ളവരാണ് പശുവിൻ്റെ കൃഷി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യുൽപാദന ശേഷിയുള്ള കന്നുകുട്ടികളെ കിട്ടണം. അവർക്ക് ആവശ്യമായ ട്രെയിനിങ്, ഇവരെ വളർത്തുന്നവർക്ക് ആവശ്യമായ ട്രെയിനിങ് കിട്ടണം. അതുപോലെ തന്നെ ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് കൂൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രോസസ്സിങ് സെൻറ്ററുകൾ സ്റ്റാർട്ട് ചെയ്യണം. വില്ലേജ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇതിനൊക്കെ ആരാണ് മുൻകൈ എടുത്തത്? ഇംപ്ലിമെൻറ്റിങ് NDDB ത്രൂ നാഷണൽ ഡയറി സപ്പോർട്ട് ബോഡി പ്രോജക്റ്റ്. നമ്മുടെ NDP ഏത് പ്രോജക്റ്റ് വഴിയാണ് നടപ്പിലാക്കിയത്? നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? നാഷണൽ ഡയറി സപ്പോർട്ട് ബോഡി പ്രോജക്റ്റ് വഴിയാണ് അവർ നടപ്പിലാക്കിയത്. അതുവഴി തന്നെ നമ്മുടെ NDDB ഇതിനാവശ്യമായ നമുക്ക് ഗ്രാമപ്രദേശങ്ങളിൽ നല്ല അത്യുൽപാദന ശേഷിയുള്ള കന്നുകുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിനും അവർക്ക് ആവശ്യമായ ട്രെയിനിങ്, അതിൻ്റെ പാല് കർഷകർക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുന്നതിനും പാലിനെ കൂടുതലുള്ള പാലിനെ സൂക്ഷിച്ച് വെക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ NDDB ആരിലൂടെയാണ് നടപ്പിലാക്കുന്നത്? നാഷണൽ ഡയറി സപ്പോർട്ട് ബോഡി പ്രോജക്റ്റ് വഴിയാണ് നടപ്പിലാക്കുന്നത്. ഓക്കെയാണ്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇപ്പോൾ NDP പ്രോജക്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞ NDP പ്രോജക്റ്റ് എന്നാ വന്നേ 2012 ഫസ്റ്റ് ഫേസ് 2012 മുതൽ 2017 വരെ. ഓക്കെ, ദെൻ അടുത്തത് നാഷണൽ പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെൻറ്റ് NPDD. അതായത് നാഷണൽ പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള അടുത്ത പദ്ധതി നാഷണൽ പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെൻറ്റ് എന്ന് വന്നത് 2014 വന്നത്. എങ്ങനെ വന്നു? 100% സെൻട്രലി സ്പോൺസേർഡ് പ്രോഗ്രാമാണ്. 100% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. സെൻട്രലി സ്പോൺസേർഡ് പ്രോഗ്രാമാണ്.
ദെൻ ഇതിനെ റീസ്ട്രക്ചർ ചെയ്തു 2021. നമ്മുടെ കൊറോണ കാലമായിരുന്നല്ലോ 2021 ആ സമയത്ത് റീസ്ട്രക്ചർ ചെയ്തു എന്ന് ഓർത്താൽ മതി. അപ്പോൾ എന്താണ് പറഞ്ഞത് നോക്കിക്കേ, NPDD നാഷണൽ പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെൻറ്റ്, നാഷണൽ പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെൻറ്റ്, ഡയറി ഡെവലപ്മെൻറ്റ്, നാഷണൽ പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെൻറ്റ് എന്നാൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് 2014 ഇംപ്ലിമെൻറ്റ് ചെയ്ത്. 2014 ഇത് 100% സെൻട്രലി സ്പോൺസേർഡ് പ്രോഗ്രാമാണ്. ദെൻ ഇതിനെ റീസ്ട്രക്ചർ ചെയ്തത് 2021. ദെൻ നോക്കിക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? സ്ട്രെങ്തൻ ഡയറി കോഓപ്പറേറ്റീവ്സ് കപ്പാസിറ്റി ആൻഡ് ഇംപ്രൂവ് മിൽക്ക് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി. അതായത് ഈ 2014 ഇത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെങ്തൻ ചെയ്യുക, ഡയറി കോഓപ്പറേറ്റീവ്സിൻ്റെ കപ്പാസിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യുക, കപ്പാസിറ്റിയെ കൂട്ടുക, സ്ട്രെങ്ത് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ മിൽക്കിൻ്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും എന്ത് ചെയ്യണം? ഇംപ്രൂവ് മിൽക്ക് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി. പിന്നെ മിൽക്കിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. അതുമാത്രമല്ല, പാലിന് നമ്മൾ സൊസൈറ്റി കൊണ്ടുവന്ന് വില കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പാലിലടങ്ങിയിരിക്കുന്ന കൊഴുപ്പിനനുസരിച്ചാണ് പാലിന് നമുക്ക് വില കിട്ടുന്നത്. ഈ കൊഴുപ്പിനകത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ നല്ല കട്ടിയുള്ള പാലിനകത്താണ് മിൽക്ക് പൗഡർ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് പോട്ടെ. ദെൻ അപ്പോൾ അതുപോലെ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഡയറി കോഓപ്പറേറ്റീവ്സിനെ സ്ട്രെങ്തൻ ചെയ്യുക, പാലിൻ്റെ ക്വാളിറ്റി കൂട്ടുക. ദെൻ അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി NDDB ത്രൂ കോഓപ്പറേറ്റീവ്സ്, നമ്മുടെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് തന്നെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആരിലൂടെയാണ്? ഡയറി കോഓപ്പറേറ്റീവ്സിലൂടെ തന്നെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പല പദ്ധതികൾ പറഞ്ഞു, ഇതൊന്നും മറന്നു പോകരുത്. അടുത്ത പദ്ധതിയാണ് നമ്മൾ പറഞ്ഞത് എന്താണ്? NPDD നാഷണൽ പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെൻറ്റ് 2014 വന്നു. എന്നാ മക്കളെ വന്നേ? 2014 വന്നു. ഓക്കെ അല്ലേ? 2014 വന്നു. ഇതിനെ റീസ്ട്രക്ചർ ചെയ്തത് 2021. ഇത് 100% സെൻട്രലി സ്പോൺസേർഡ് പ്രോഗ്രാമാണ്. ഒന്നും മറന്നു പോകരുത്. 100% സെൻട്രലി സ്പോൺസേർഡ് പ്രോഗ്രാമാണ്. മിൽക്കിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ മിൽക്ക് ഡയറി കോഓപ്പറേറ്റീവ്സിൻ്റെ കപ്പാസിറ്റി സ്ട്രെങ്തൻ ചെയ്യാനും ഒന്നും കൂടി സ്ട്രെങ്ത് ചെയ്യുക. ഇവരെ നല്ല രീതിയിൽ ഉന്നതിയിലെത്തിക്കണം, പാൽ കർഷകരെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് വന്നത്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് NDDB ആണ്. ഡയറി കോഓപ്പറേറ്റീവ്സ് മുഖാന്തരമാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് NDDB. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ? പല പദ്ധതികൾ പഠിച്ചു, പല ഫുൾ ഫോമുകൾ പഠിച്ചു. നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഇതിനകത്തുനിന്ന് ഫുൾ ഫോമുകൾ ചോദിക്കും, വർഷങ്ങൾ നമ്മൾ എടുത്തെടുത്ത് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. phase 1, phase 2, phase 3 നമ്മുടെ ഓപ്പറേഷൻ ഫ്ലഡ് മുതൽ. ഇപ്പോൾ നമ്മളിപ്പോൾ NDP പറഞ്ഞപ്പോഴും പറഞ്ഞു 2 phase ആയിട്ടാണ് അത് നടന്നതെന്നുള്ളത്, മറന്നു പോകരുത്. അപ്പോൾ 2014 ഇത് വന്നു. ഓക്കെ, 2021 റീസ്ട്രക്ചർ ചെയ്തു. എന്താണ്? NPDD. ഓക്കെ, മറന്നു പോകല്ലേ?